ഹലോ ഗൈസ്, ഉപ്പും മുളകും പുത്തൻ എപ്പിസോഡിൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. നമ്മുടെ ലച്ചുവിനെ മൈൻഡ് ചെയ്യാതെ നമ്മുടെ സിദ്ധു ഇന്നത്തെ എപ്പിസോഡ് അലമ്പാക്കി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിദ്ധുവും ലച്ചുവും തമ്മിലുള്ളൊരു റൊമാൻറ്റിക് എപ്പിസോഡായിരുന്നു പ്രേക്ഷകർക്ക് ഇന്ന് ആവശ്യം അല്ലേ. ഇന്നാണെങ്കിൽ അപ്പോൾ അടിയോടടി എപ്പിസോഡാട്ടോ വന്നത്. അത് മറിച്ച് അടിയോടടിയായിരുന്നു. എന്തായാലും നമ്മുടെ ലച്ചു ഭയങ്കര പരിഭവമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സിദ്ധു ആ വീട്ടുകാരുമായിട്ടാണ് ഫുള്ള് സംസാരവും ചർച്ചയും. നമ്മുടെ ലച്ചുവായിട്ടൊന്നും മിണ്ടേ അല്ലെങ്കിൽ ലച്ചുവായിട്ടൊന്ന് സ്വകാര്യമായിട്ട് സംസാരിക്കുകയോ ഒന്ന് കാണുകയോ ഒന്നും ചെയ്യുന്നില്ല. ലച്ചുവിനെ മൈൻഡേ പോലും ചെയ്യുന്നില്ല. അപ്പം ലച്ചു കൈയും കലാശമൊക്കെ ഇട്ട് കാണിച്ച് ലാസ്റ്റ് മടുത്ത് ലച്ചു വഴക്കിട്ടൊരു മുറി പോയി അടച്ചു പൂട്ടിയിരിക്കുന്നുണ്ട്, എപ്പോഴത്തെയും പോലെ പതിവ് പോലെ അല്ലേ. അപ്പം സിദ്ധുവിന് കാര്യം മനസ്സിലായി. ഇനി ഇത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ ലക്ഷണം പെശകാണ് എന്നും പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഡോറ് തുറപ്പിക്കുന്നുണ്ട് നമ്മുടെ ലച്ചുവിനെ കൊണ്ട്. പിന്നീട് നമ്മുടെ സിദ്ധു ഉള്ളിൽ കയറുന്നതും കാണാം. ലച്ചു പിടിച്ച് തലയിലും മുടിക്ക് കുത്തിപ്പിടിച്ച്, ഇനി നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യോ മനുഷ്യ, ഇത്രയും കൊല്ലം ഞാൻ നിങ്ങളെയും കാത്തല്ലേ നിന്നേച്ചത്, എന്നിട്ട് നിങ്ങൾ വന്നപ്പോഴോ എന്നെ വേണ്ട, വീട്ടുകാരെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചു ആ ഒരു സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധുവിനെ അതിനോടൊപ്പം ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സിദ്ധു കടന്ന് അലറുന്നുണ്ട്, അയ്യോ എന്നെ കൊല്ലുന്നേന്നൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട്. ശേഷി ഒച്ചയൊക്കെ കേട്ട് നമ്മുടെ കേശുവും നമ്മുടെ ഭവാനിയമ്മയും ശിവാനി എല്ലാവരും കൂടി ഓടി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും എല്ലാവരുടെ മുന്നിൽ വെച്ചപ്പോൾ നമ്മുടെ സിദ്ധു പറയുന്നുണ്ട്, കുറേ നാൾക്ക് ശേഷം കണ്ടതല്ലേ, അപ്പോൾ ലേശം ഒരു സൗന്ദര്യ പിണക്കമല്ല ഇണക്കം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഭവാനി അമ്മൂമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഭവാനി അമ്മൂമ്മ എല്ലാവരെയും വന്നേ മക്കളെ അവർ സംസാരിച്ചോട്ടെ, നമ്മൾക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചിട്ട് പോകുന്നുണ്ടേ. അപ്പം നമ്മുടെ ലച്ചു ഇങ്ങനെ കട്ടകലിപ്പിൽ സിദ്ധുവിനെ പിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ലച്ചു ഞാനിനി ദിവസവും മൈൻഡ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലച്ചു പറയുന്നുണ്ട്, അന്ത ഭയം ഇറുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഇനിയെങ്കിലും നമ്മുടെ സിദ്ധുവും ലച്ചുവും തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് എപ്പിസോഡ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. കാത്തിരുന്നതിന് കാരണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.